dears, welcome back to my channel Shilpa's Vlogs. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ദിസ് ഓർ ദാറ്റ് വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് കുറച്ചധികം എനിക്ക് തോന്നുന്നു ഒരു 91 ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്ന് കുറേ കുട്ടികൾ അത് റിലേറ്റഡ് അല്ലാത്ത ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ എടുത്തിട്ടില്ല. അപ്പോൾ കാരണം വലിയൊരു ലെങ്തി വീഡിയോ ആവും. അപ്പോൾ അതിൽ ദിസ് ഓർ ദാറ്റ് റിലേറ്റഡ് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യാനും മറക്കരുത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാനിവിടെ തനുമോളുടെ ടാബ് തന്നെയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കാം കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ഷിബു ജോസഫ്. ഷിബു ജോസഫ് എനിക്ക് തോന്നുന്നു കുട്ടിയുടെ അച്ഛൻ്റെ ഐ ഡി എന്നാണ് തോന്നുന്നു കമൻറ്റ് ചെയ്തിട്ടുള്ളത്. ബോട്ടിൽ ആർട്ട് ഓർ ബോൾ ടേക്കർ, പിന്നെ ക്രാഫ്റ്റ് വീഡിയോ ഓർ ബ്ലോഗ്, ഫെവിക്കോൾ ഓർ ഫെവിബോട്ട്, ഷോർട്ട് ഹെയർ ഓർ ലോങ് ഹെയർ, വൈറ്റ് ഓർ ബ്ലാക്ക്. അപ്പോൾ ഫസ്റ്റ് ചോദിച്ചിട്ടുള്ളത് ബോട്ടിൽ ആർട്ട് ഓർ ബോൾ ടേക്കർ. ഓഫ് കോഴ്സ് എനിക്ക് ബോൾ ടേക്കർ ചെയ്യാൻ തന്നെയാണ് താല്പര്യം. ഞാൻ എല്ലാ വീഡിയോസിലും അധികം പറയാറുണ്ട്. ബോട്ടിൽ ആർട്ട് ഇഷ്ടമാണ്, അങ്ങനെയല്ല. അത് രണ്ടും ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് ബോൾ ടേക്കർ തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് വീഡിയോ ഓർ ബ്ലോഗ് വീഡിയോ. എനിക്ക് കൂടുതൽ ഇഷ്ടം ക്രാഫ്റ്റ് വീഡിയോ തന്നെയാണ്. പിന്നെ കുറേ കുട്ടികൾ റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട് ബ്ലോഗ് വീഡിയോസ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ചാനൽ തന്നെ തുടങ്ങിയത്. എനിക്ക് ആ ഒരു ക്രാഫ്റ്റ് വീഡിയോസിന്റെ ആ ഒരു ചാനലിൽ ഇങ്ങനെ എന്താ പറയാ, ക്രാഫ്റ്റ് റിലേറ്റഡ് അല്ലാത്ത വീഡിയോസ് ഇടാൻ എനിക്ക് തീരെ താല്പര്യമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തു. അതുകൊണ്ടാണ് ഞാനൊരു ചാനൽ സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അപ്പോൾ എനിക്ക് കൂടുതൽ ചെയ്യാൻ ഇഷ്ടം ക്രാഫ്റ്റ് വീഡിയോസ് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫെവിക്കോൾ ഓർ ഫെവിബോണ്ട്. ഞാൻ കൂടുതലും ഫെവിക്കോൾ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഒന്നിക്കൽ ഫെവിക്കോൾ യൂസ് ചെയ്യും, അല്ലാന്നുണ്ടെങ്കിൽ ഗ്ലൂഗൺ യൂസ് ചെയ്യും. ഫെവിബോണ്ട് യൂസ് ചെയ്യൽ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ഫെവിക്കോൾ ആണ് കേട്ടോ. ഷോർട്ട് ഹെയർ ഓർ ലോങ് ഹെയർ. എനിക്കിഷ്ടം ഷോർട്ട് ഹെയർ ആണ്. കാരണം ഞാൻ അധികം മുടി വെക്കാത്തതാണ്. പെട്ടെന്ന് കട്ട് ചെയ്തിട്ട് ഇപ്പൊ പിന്നെ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് എവിടെയും പോകാൻ പറ്റാത്തതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചധികം ഹെയർസ് വെച്ചിട്ടുള്ളത്. സാധാരണ എന്തെല്ലാം ഷോർട്ട് ഹെയർ ആയിട്ടാണ് ഉണ്ടാവാറുള്ളത്. പിന്നെ വൈറ്റ് ഓർ ബ്ലാക്ക്. വൈറ്റ് ഓർ ബ്ലാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഭയങ്കര ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം ബ്ലാക്ക് ബോർഡാണ് കേട്ടോ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് അഞ്ജു ശ്രീകാന്ത് ആണ് കേട്ടോ. ആർട്ട് ഓർ ക്രാഫ്റ്റ്, ബോട്ടിൽ ആർട്ട് ഓർ ഡ്രോയിങ്. അപ്പോൾ ആർട്ട് ഓർ ക്രാഫ്റ്റിൽ എനിക്ക് പറയാനുള്ളത് ക്രാഫ്റ്റ് തന്നെയാണ്. കാരണം ആർട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഡ്രോയിങ്ങും കാര്യങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എനിക്ക് വരക്കാൻ കുറച്ച്, ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ചിലപ്പോൾ ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ പറ്റുമായിരിക്കാം. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാനുള്ളത് ക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ ബോട്ടിൽ ആർട്ട് ഓർ ഡ്രോയിങ് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം ബോട്ടിൽ ആർട്ടാണ് കേട്ടോ, ഡ്രോയിങ് അല്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് ആദില ബദ്രുദ്ദീൻ. ഓക്കെ, ഇവിടെ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ വൈറ്റ് ചോക്ലേറ്റ് ഓർ ഡാർക്ക് ചോക്ലേറ്റ്, ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട്, ഹോം ടൂർ ഓർ ബ്ലോഗ്, കോമഡി ഓർ സ്ട്രിക്റ്റ്. എനിക്ക് തോന്നുന്നു കോമഡി സിനിമയാണോ അല്ല എന്താ പറയാ, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയാം. വൈറ്റ് ചോക്ലേറ്റ് ഓർ ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറഞ്ഞാൽ ചോക്ലേറ്റ് ഒരു പിടി പോലും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. ചോക്ലേറ്റ് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സാധാരണ ചോക്ലേറ്റ് ഉണ്ടാവില്ല, എന്താ പറയാ, നമ്മുടെ നാരങ്ങ മുട്ടായി, കടല മുട്ടായി, നമ്മളെ പണ്ട് എന്താ പറയാ ചെറിയ കടകളിൽ വാങ്ങാൻ കിട്ടുമല്ലോ, അങ്ങനെയുള്ള ചോക്ലേറ്റ്സ് ആണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. അല്ലാതെ ഈ ചോക്ലേറ്റ്സ് വൈറ്റ് ചോക്ലേറ്റോ ഡാർക്ക് ചോക്ലേറ്റോ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഇഷ്ടമല്ല. പിന്നെയും എനിക്ക് തോന്നുന്നു വൈറ്റ് ആയിരിക്കാം. കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം മിൽക്കി ബാർ ഇഷ്ടമാണ്. ചിലപ്പോൾ എനിക്ക് വൈറ്റ് ചോക്ലേറ്റ് ആയിരിക്കും ഇഷ്ടം. ഞാൻ രണ്ടും കഴിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്. പിന്നെ ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട്, ക്രാഫ്റ്റ് തന്നെയാണ്. ഹോം ടൂർ ഓർ ബ്ലോഗ്, രണ്ടും ചെയ്യാൻ സത്യം പറഞ്ഞാൽ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ ഞാൻ ഇങ്ങനെ ഒരു ചാനൽ തുടങ്ങി. അപ്പോൾ എനിക്ക് കൂടുതലും ക്രാഫ്റ്റ് വീഡിയോസ് ചെയ്യാൻ തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതുകൊണ്ട് ഹോം ടൂർ ഓർ വ്ലോഗ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വ്ലോഗ് തന്നെയാണ് കേട്ടോ. പിന്നെ കോമഡി സിനിമ തന്നെയാണ് എനിക്ക് ഇഷ്ടം. പിന്നെ ചോദിച്ചിട്ടുള്ളത് മഞ്ജു പ്രകാശ് ആണ്. ഈറ്റിംഗ് ഓർ കുക്കിംഗ്, ഹൗസ് ഓർ കോളേജ്. ഈറ്റിംഗ് ഓർ കുക്കിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഈറ്റിങ്ങിനോട് ഭയങ്കര ഭക്ഷണം കഴിക്കുന്ന ഒരാളല്ല, എന്നാൽ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളുമല്ല. അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഈറ്റിംഗ് ഓർ കുക്കിംഗ്. കുക്കിങ്ങിനോട് വലിയ താല്പര്യമല്ല കേട്ടോ. അപ്പോൾ എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം തിന്നാനായിരിക്കും. അപ്പോൾ ഈറ്റിംഗ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഹൗസ് ഓർ കോളേജ്, ഹൗസ് തന്നെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. പിന്നെ ചോദിച്ചിട്ടുള്ളത് സുരേഷ് ദേവിക, രണ്ടു പേരിലാണ് കേട്ടോ വരുന്നത്. അത് കേക്ക് ഓർ ഐസ്ക്രീം, മിൽക്കി ബാർ ഓർ ഡയറി മിൽക്ക്, കാർട്ടൂൺ ഓർ സീരിയൽ, ബേബി ഗേൾ ഓർ ബേബി ബോയ്, ക്രാഫ്റ്റ് ചാനൽ ഓർ വ്ലോഗ് ചാനൽ. കേക്ക് ഓർ ഐസ്ക്രീം ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം കേക്ക് ആണ്, ഐസ്ക്രീം അല്ല.
പിന്നെ മിൽക്കി ബാർ ഓർ ഡയറി മിൽക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം മിൽക്കി ബാർ ആണ് കേട്ടോ. പിന്നെ കാർട്ടൂൺ ഓർ സീരിയൽ ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊന്നുമില്ല. സീരിയൽ ഒരു സമയത്ത് സീരിയൽ ഇഷ്ടമുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെയൊന്നുമില്ല. ഇപ്പം ഒരു സീരിയൽ കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് കണ്ടുകൊണ്ട് നിൽക്കാൻ തോന്നും. അപ്പൊ ഇപ്പൊ സീരിയൽ ഒന്നും കാണാറില്ല. കണ്ടിട്ടുണ്ടെങ്കിൽ സീരിയൽ ഇഷ്ടമാണ്, നല്ല നല്ല സീരിയൽസ് ഒക്കെ വരാറുണ്ട്. പിന്നെ കാർട്ടൂണും ഇഷ്ടമാണ്, തരങ്ങളുടെ കൂടി ഇരുന്ന് കാണാറുണ്ട്. പിന്നെ ബേബി ഗേൾ ഓർ ബേബി ബോയ് ചോദിച്ചു കഴിഞ്ഞാൽ കൺഫ്യൂഷൻ ആണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ്. പക്ഷെ എൻ്റെ ഫാമിലിയിൽ എന്ന് പറഞ്ഞാൽ കൂടുതലും ഗേൾസ് ആണ് കേട്ടോ. നമ്മൾ പെൺകുട്ടികളാണ് കൂടുതൽ, ആൺകുട്ടികൾ കുറവാണ് നമ്മുടെ കുടുംബത്തിൽ. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ കുടുംബത്തിൽ ഒരു കുഞ്ഞുവാവ വരുന്നത് പറയുമ്പോൾ ബേബി ഗേൾ വരുന്നത് ഭയങ്കര സന്തോഷം തന്നെയാണ്. അതും ഇഷ്ടമാണ്, ബേബി ബോയും ഇഷ്ടമാണ്. പക്ഷെ ബേബി ബോയ് കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ബേബി ബോയ് വരുമ്പോൾ ഒരു പ്രത്യേക ഒരു സന്തോഷമാണ്. അപ്പോൾ അങ്ങനെ വെച്ചാൽ ഭയങ്കര കൺഫ്യൂഷനാണ്. എനിക്ക് രണ്ടും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അതിന് എനിക്കൊരു ഉത്തരം പറയാനില്ല. ക്രാഫ്റ്റ് ചാനൽ ഓർ ബ്ലോഗ് ചാനൽ ചോദിച്ചു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് ചാനലാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ പൊന്നൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചോദിച്ചിട്ടുള്ളതാണ്. ക്രാഫ്റ്റ് ഓർ ഡ്രോയിങ്, ആർട്ട് ഓർ ക്രാഫ്റ്റ്, നെക്ലേസ് ഓർ ബാംഗിൾസ്. ക്രാഫ്റ്റ് ഓർ ഡ്രോയിങ് ക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ ആർട്ട് ഓർ ക്രാഫ്റ്റ്, അതും ക്രാഫ്റ്റ് തന്നെയാണ്. നെക്ലേസ് ഓർ ബാംഗിൾസ് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ബാംഗിൾസ് യൂസ് ചെയ്യാത്ത ആളാണ്. അപ്പോൾ എന്തെങ്കിലും ഫംഗ്ഷൻസ് ഒക്കെ വരുമ്പോൾ നമ്മൾ വാടകയ്ക്ക് ഇടാം, അത്രേ ഉള്ളൂ. നെക്ലേസ് ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഇത് ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ നെക്ലേസ് തന്നെയാണ്. ഗിരിജരാജ് ഗിരിയാണ് അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. സോങ് ഓർ ഡാൻസ്, ക്രാഫ്റ്റ് ഓർ ബ്ലോഗ്, ഡ്രോയിങ് ഓർ പെയിന്റിങ്. സോങ് ഓർ ഡാൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം, പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. പാട്ടിനോട് എന്താ പറയുക, ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ എനിക്ക് പാട്ട് കേൾക്കാനും ഇഷ്ടമാണ്, ഡാൻസ് കാണാനും ഇഷ്ടമാണ്. പക്ഷെ ഇത് ഞാൻ ചെയ്യുന്ന രീതിയിൽ ഡാൻസ് ആണ് കേട്ടോ. പാട്ട് പാടും അത്യാവശ്യം, അത്രേ ഉള്ളൂ. ഡാൻസ് കളിക്കാറുണ്ട്, നല്ലോണം എന്നല്ല, പഠിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മൾ 3 പെൺകുട്ടികളാണ്, എനിക്കൊരു ഏച്ചിയും അനിയത്തിയാണ്. അപ്പൊ നമ്മൾ അധികം സ്റ്റേജ് പെർഫോമൻസ് ചെയ്യാറുണ്ട്. ഏച്ചി ഡാൻസ് ഒക്കെ പഠിച്ചാണ്, അപ്പൊ അവള് നമുക്ക് പഠിപ്പിച്ചു തരാറുണ്ട്. അപ്പൊ എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടം ചോദിച്ചു കഴിഞ്ഞാൽ ഡാൻസ് തന്നെയാണ്. ക്രാഫ്റ്റ് ഓർ ബ്ലോഗ്, ക്രാഫ്റ്റ് ഞാൻ നേരത്തെ പറഞ്ഞു. ഡ്രോയിങ് ഓർ പെയിന്റിങ്, രണ്ടും വലിയ താല്പര്യമില്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ചിത്രം വരയ്ക്കാൻ, അപ്പൊ പെയിന്റിങ് ആയിരിക്കും ഞാൻ ചൂസ് ചെയ്യാം. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇർഫാനയാണ് കേട്ടോ. ഇർഫാന ചോദിച്ചിട്ടുള്ളത് സ്കൂൾ ഓർ കോളേജ്, കാർ ഓർ സൈക്കിൾ. കോളേജ് തന്നെയാണ്, സ്കൂൾ അല്ല കേട്ടോ. നമുക്ക് സ്കൂൾ എന്താണെന്ന് അറിയില്ല, എനിക്ക് വലിയ വീണ്ടും സ്കൂളിലേക്ക് തിരിച്ചു പോകണമെന്നില്ല. പക്ഷെ എനിക്ക് കോളേജ് ലൈഫാണ് കൂടുതൽ ഇഷ്ടം. പിന്നെ കാർ ഓർ സൈക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സൈക്കിളിൽ എന്താ പറയുക, സൈക്കിൾ എടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ ഒരു സമയത്ത് നമുക്ക് സൈക്കിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ സമയത്ത് ഭയങ്കര സൈക്കിൾ എടുത്തും എല്ലാ കോപ്പറേറ്റീവും കളിച്ചിട്ടുണ്ട്. അപ്പൊ സൈക്കിളോട് തന്നെയാണ് കൂടുതൽ ഇഷ്ടം. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ലിബ ഷെറിനാണ് കേട്ടോ. ഡൂഡിൽ ആർട്ട് ഓർ ഡ്രോയിങ്, ആക്റ്റീവ് ആണോ അതോ ലേസി ആണോ ചോദിച്ചിട്ടുണ്ട്. സ്വീറ്റ് ഓർ ഹോട്ട്, ബ്ലാക്ക് ഓർ വൈറ്റ്, ലവിങ് പാരന്റ്സ് ഓർ ലവിങ് ബെസ്റ്റ് ഫ്രണ്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഫുഡ് ഓർ വാച്ചിങ് TV ഷോ. ഡൂഡിൽ ആർട്ട് ഓർ ഡ്രോയിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഡൂഡിൽ ആർട്ട് നമ്മൾ പണ്ട് ഈ ക്ലാസ്സിലൊക്കെ ഫ്രീ ടൈം ഉണ്ടാവുമല്ലോ, ആ സമയത്ത് ഞാൻ ബുക്കിലൊക്കെ ഇങ്ങനെ വരക്കാറുണ്ട്. അപ്പൊ ഡൂഡിൽ ആർട്ട് എനിക്ക് ഇഷ്ടമാണ്. പിന്നെ ആക്റ്റീവ് ഓർ ലേസി, ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനാണ് എനിക്ക് എപ്പോഴും ഇഷ്ടം. പിന്നെ സ്വീറ്റ് ഓർ ഹോട്ട് എന്ന് ചോദിച്ചിട്ടുണ്ട്. സ്വീറ്റ്, മധുരം എനിക്ക് അത്ര വലിയ താല്പര്യമില്ല, ഹോട്ടാണ് കേട്ടോ. ചൂടോടെയുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം. എന്താ പറയാ, സ്വീറ്റ് ആയിട്ടുള്ള മധുരത്തോടെ എനിക്ക് അത്ര വലിയ താല്പര്യമില്ല. പിന്നെ ബ്ലാക്ക് ഓർ വൈറ്റ് ചോദിച്ചിട്ടുണ്ട്. അതിൽ ഞാൻ പറഞ്ഞു എനിക്ക് ബ്ലാക്കോടാണ് കൂടുതൽ ഇഷ്ടം. ലവിങ് പാരന്റ്സ് അതിന് ചോദിക്കേണ്ട കാര്യമില്ല. പിന്നെ ഫുഡിങ് ഓർ വാച്ചിങ് TV ഷോ, ഇതിൽ എനിക്ക് ഇഷ്ടം TV ഷോസ് കാണാൻ വേണ്ടിയിട്ട് തന്നെയാണ് കേട്ടോ. പിന്നെ സജീവൻ 1 2 3 ചോദിച്ചിട്ടുള്ളത് ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്, ഡേ ഓർ നൈറ്റ്, ബോട്ടിൽ ആർട്ട് ഓർ വോൾ ഡെക്കർ, കുക്ക് ഓർ ക്ലീനിങ്, ഫോൺ ഓർ TV. ഐസ്ക്രീം ഓർ ചോക്ലേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം, ഞാൻ പറഞ്ഞു എനിക്ക് രണ്ടിനോടും വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെയും കുറച്ചുകൂടെ എനിക്ക് ഇഷ്ടം പറഞ്ഞു കഴിഞ്ഞാൽ ഐസ്ക്രീം ആയിരിക്കും. ഐസ്ക്രീം വലിയ താല്പര്യമില്ല കേട്ടോ, അങ്ങനെയൊന്നുമില്ല. ചോക്ലേറ്റും വലിയ താല്പര്യമില്ല. ചോക്ലേറ്റിൽ ചില ചോക്ലേറ്റ്സ് ഇഷ്ടമാണ്, അപ്പൊ നമുക്ക് ചോക്ലേറ്റ് സെലക്ട് ചെയ്യാം. പിന്നെ ഡേ ഓർ നൈറ്റ് ചോദിച്ചിട്ടുണ്ട്, ഡേ തന്നെയാണ്. പിന്നെ ഇഷ്ടം ബോട്ടിൽ ആർട്ട് ഓർ വോൾ ഡെക്കർ, ഉറപ്പായിട്ട് പറയാനുള്ളത് വോൾ ഡെക്കർ തന്നെയാണ്. പിന്നെ കുക്ക് ഓർ ക്ലീനിങ്, രണ്ടും വലിയ താല്പര്യമില്ല. കുക്ക് ഓർ ക്ലീനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ക്ലീനിങ് തന്നെ. പിന്നെ ഫോൺ ഓർ TV ചോദിച്ചിട്ടുണ്ട്. ഫോണാണ് കേട്ടോ, കാരണം നമ്മളിപ്പോൾ കൂടുതലും യൂട്യൂബിലായത് വന്നതിന് ശേഷം ഫോൺ തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ കൂടുതൽ യൂസ് ചെയ്യുന്നത് ഫോണാണ്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഫോൺ.
ദീപ നായരാണ്. ആർട്ട് ഓർ ക്രാഫ്റ്റ്? ക്രാഫ്റ്റ്. ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം ഞാൻ പറഞ്ഞു. സ്വീറ്റ് ഓർ സ്പൈസി ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് സ്പൈസി ആയിരിക്കും, സ്വീറ്റിനോട് അത്ര വലിയ താല്പര്യമില്ല. ആക്രിലിക് പെയിന്റ് ഓർ ഫാബ്രിക് പെയിന്റ്? ആക്രിലിക് പെയിന്റ് തന്നെയാണ്. കേക്ക് ഓർ കപ്പ് കേക്ക്? കേക്ക് തന്നെയാണ് കേട്ടോ, കപ്പ് കേക്ക് അല്ല. അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ദേവൂസ് വേൾഡ് ആണ്. ക്രാഫ്റ്റ് ഓർ കുക്കിംഗ്? എനിക്ക് ഇഷ്ടം ക്രാഫ്റ്റ് ആണ്. പിന്നെ രാജി ശശിധരൻ ചോദിച്ചിട്ടുള്ളത് ആപ്പിൾ ഓർ ഓറഞ്ച്? ഓറഞ്ച് ആണ് കേട്ടോ, ഫേവറേറ്റ് ആണ് ഓറഞ്ച്. ആപ്പിളിനെക്കാളും എനിക്ക് ഇഷ്ടം ഓറഞ്ച് ആണ്. ഫ്രൂട്ട്സ് ഓർ വെജിറ്റബിൾസ്? എനിക്ക് ഇഷ്ടം ഫ്രൂട്ട്സ് ആണ്, ഫ്രൂട്ട്സ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഗേളിന്റെ ഡ്രസ് ആണോ ഇഷ്ടം, ബോയുടെ ഡ്രസ് ആണോ ഇഷ്ടം ചോദിച്ചിട്ടുണ്ട്. ഗേളിന്റെ ഡ്രസ് ഓഫ് കോഴ്സ്. ഞാൻ പറഞ്ഞു നമ്മുടെ ഫാമിലിയിൽ എനിക്ക് ബോയ്സിന്റെ ഡ്രസ്സ് സെലക്ട് ചെയ്യാനേ അറിയില്ല. കാരണം ഏട്ടന് ഷർട്ടിന് എനിക്ക് വലുതായിട്ടൊന്നും സെലക്ട് ചെയ്യാൻ അറിയില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം പെൺകുട്ടികളുടെ ഡ്രസ്സ് തന്നെയാണ്. ടി വി ഓർ മൊബൈൽ? ഇപ്പോൾ ഇഷ്ടം മൊബൈലാണ് കേട്ടോ. ഞാൻ കൂടുതലും സ്പെൻഡ് ചെയ്യുന്നത് മൊബൈലാണ്. കാരണം നമുക്ക് വീഡിയോ എഡിറ്റിംഗ്, വീഡിയോ ഷൂട്ടിംഗ്, പിന്നെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന്റെ കമന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ട് ഇഷ്ടം മൊബൈലാണ്. പക്ഷെ അന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ യൂട്യൂബ് തുടങ്ങുന്നതിന് മുന്നേ ആണെങ്കിൽ ടി വി തന്നെയാണ് നമ്മൾ കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നത്. ടി വി കണ്ടുകൊണ്ടൊക്കെയാണ്. ഇപ്പൊ പിന്നെ ഒന്നിനും ടൈം ഇല്ല, അതുകൊണ്ട് തന്നെ ഫോണായിരിക്കും. നമുക്ക് ഇതിൽ ഫോൺ സെലക്ട് ചെയ്യാം. കുക്കിംഗ് ഓർ ഈറ്റിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ ഈറ്റിംഗ് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് സെന്റ് ജോസഫ് യു പി സ്കൂളിൽ നിന്നാണ് കേട്ടോ അതിന്റെ ആ ഒരു ഇത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ക്യാറ്റ് ഓർ ഡോഗ് ചോദിച്ചിട്ടുണ്ട്. എനിക്കിഷ്ടം ഡോഗിനെയാണ്. ഒരു സമയത്ത് എനിക്ക് ക്യാറ്റിനോടായിരുന്നു. ക്യാറ്റ് വീട്ടിൽ നമുക്ക് ക്യാറ്റ് ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഡോഗ് വളർത്താൻ തുടങ്ങി. പിന്നെ എന്താ അറിയില്ല, എനിക്ക് ഡോഗിനോടാണ് കൂടുതൽ ഇഷ്ടം. അത് രണ്ടും നോക്കുമ്പോൾ ഡോഗിനാണ് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു സ്നേഹം കൂടുതൽ. അപ്പൊ എനിക്ക് ഡോഗിനോടാണ് കൂടുതൽ താല്പര്യം. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഗേൾ ഓർ ബോയ്? അത് പറഞ്ഞിട്ടുണ്ട്. ചിൽഡ്രൻസ് ഉണ്ടോ, മാരീഡ് ആണോ? അതൊക്കെ നമുക്ക് ഇത് റിലേറ്റഡ് ക്വസ്റ്റ്യൻ അല്ല, നമ്മൾ അതൊക്കെ നമ്മുടെ Q&A നമ്മൾ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ആൽഫ ഫാത്തിമ KP ആണ്. ബോട്ടിൽ ആർട്ട് ഓർ പേപ്പർ ക്രാഫ്റ്റ്? ഓഫ് കോഴ്സ് എനിക്ക് പേപ്പർ ക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ദിയാസ് വേൾഡ് ആണ്. മുംബൈ ഓർ കാസർഗോഡ്? എനിക്ക് ഇഷ്ടം അത് ചോദിച്ചു കഴിഞ്ഞാൽ കാസർഗോഡ് നാട് തന്നെയാണ് ഇഷ്ടം. പക്ഷെ മുംബൈയും ഇഷ്ടമാണ്, അങ്ങനെയൊന്നുമില്ല. പിന്നെ മാളൂസ് വേൾഡ് ചോദിച്ചിട്ടുള്ളത് ഓക്കെ ക്വസ്റ്റ്യൻസ് അല്ല കേട്ടോ. ക്യൂട്ട് ചേച്ചി, അടിപൊളിയായിട്ടുണ്ട് ചേച്ചിയെ കാണാൻ, താങ്ക് യു. പിന്നെ വിനീത് ജോർജ് വർഗീസ് ചോദിച്ചിട്ടുണ്ട് സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്, താങ്ക് യു. പിന്നെ ശാലിനി അനിൽ ചോദിച്ചിട്ടുള്ളത് ചോക്ലേറ്റ് ഓർ കേക്ക്? അതും പറഞ്ഞിട്ടുണ്ട് ആൻസർ. ക്രാഫ്റ്റ് ഓർ വോൾ ഹാങ്ങിങ്? അതും പറഞ്ഞു. പേപ്പർ ക്രാഫ്റ്റ് ഓർ ബോട്ടിലാട്ട്? ഇതൊക്കെ ആൻസർ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഷാഹിദ കൊയപ്പ് ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഓർ ബ്ലോഗ്? ക്രാഫ്റ്റ്. കേക്ക് ഓർ ഐസ്ക്രീം? കേക്ക്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ജങ്ക് ഫുഡ് ഓർ ഹെൽത്തി ഫുഡ്? ഹെൽത്തി ഫുഡ്. സ്കൂൾ ഓർ കോളേജ് ചോദിച്ചിട്ടുണ്ട്, കോളേജ്. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് നക്ഷത്ര BG ആണ് കേട്ടോ. ക്രാഫ്റ്റ് ഓർ വ്ലോഗ്? ക്രാഫ്റ്റ് തന്നെയാണ്. ബോട്ടിൽ ആർട്ട് ഓർ ഡ്രോയിങ്? അതും പറഞ്ഞു. പിന്നെ മേക്കപ്പ് ഓർ ഡ്രസ്സസ്? എനിക്കിഷ്ടം ഡ്രസ്സാണ് കേട്ടോ, മേക്കപ്പ് അല്ല. പിന്നെ ചോദിച്ചിട്ടുള്ളത് സ്മിത PS ആണ്. ഫേവറേറ്റ് കളർ, ഫേവറേറ്റ് സോങ്, ഫേവറേറ്റ് പ്ലേസ്? ഇതൊക്കെ നമ്മൾക്ക് നമ്മളുടെ Q&A ഞാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഷിൽഹാന ഷിൽഷു ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഓർ ബോട്ടിലായിട്ട് പറഞ്ഞു. ട്രെയിൻ ഓർ ബസ്? എനിക്കിഷ്ടം ബസ്സിൽ പോകാനാണ് കേട്ടോ, നല്ല രസമാണ്. ബസ്സാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം. പിന്നെ സ്വിമ്മിംഗ് പൂൾ ഓർ പോണ്ട്? പോണ്ട് തന്നെയാണ്. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ? ഷോർട്ട് ഹെയർ. ആനിമൽ ഓർ ബേർഡ്? ആനിമൽ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഫാത്തിമ ഇബ്രാഹിം ഇൻഡോർ ഓർ ഔട്ട്ഡോർ? ഔട്ട്ഡോർ തന്നെയാണ്. പിന്നെ വർണ്ണ PK ചോദിച്ചിട്ടുള്ളത് ആനിമൽ ഓർ ബേർഡ്? ആനിമൽ ആണ് കേട്ടോ. പിന്നെ ചിന്നൂസ് വ്ലോഗ് ചോദിച്ചിട്ടുണ്ട് ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ? ഷോർട്ട് ഹെയർ. കാൻഡി ഓർ ചോക്ലേറ്റ് കാൻഡി? TV ഓർ മൊബൈൽ? ഞാൻ പറഞ്ഞു മൊബൈൽ ആണെന്നുള്ളത്. ഐസ്ക്രീം ഓർ ചോക്ലേറ്റ്? ഐസ്ക്രീം. ചോക്ലേറ്റ്, കൺഫ്യൂഷൻ ആണ്. യൂട്യൂബ് ഓർ ഇൻസ്റ്റാഗ്രാം ചോദിച്ചു കഴിഞ്ഞാൽ യൂട്യൂബ് തന്നെയാണ്. യൂട്യൂബിനോട് തന്നെയാണ് ഇഷ്ടം. കാരണം നമ്മൾക്ക് ഇപ്പോൾ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് നടക്കുന്നത് യൂട്യൂബിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ യൂട്യൂബ് ഞാൻ സെലക്ട് ചെയ്യും. ഇൻസ്റ്റാഗ്രാമും ഇഷ്ടമാണ്, പക്ഷെ കൂടുതൽ ഇഷ്ടം യൂട്യൂബാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് തേബൂസ് വേൾഡ് ഫ്രണ്ട്സ് ഓർ ഫാമിലി? ഫാമിലി. പിന്നെ മുഹമ്മദ് അദിനാൻ ചോദിച്ചിട്ടുള്ളത് വിത്ത് മേക്കപ്പ് ഓർ വിത്തൗട്ട് മേക്കപ്പ്? എനിക്ക് ഇഷ്ടം വിത്തൗട്ട് മേക്കപ്പ് തന്നെയാണ്. ഞാൻ അധികം പറഞ്ഞിട്ടുണ്ട് ഒരു വീഡിയോയിൽ, ഞാൻ അധികം മേക്കപ്പ് പ്രൊഡക്ട്സ് യൂസ് ചെയ്യാത്ത ആളാണ്. അതൊക്കെ അതുകൊണ്ട് തന്നെ പക്ഷെ മേക്കപ്പ് ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. വേറൊരാൾ എനിക്ക് അറിയാത്തതുകൊണ്ടാണ് എങ്ങനെ മേക്കപ്പ് ചെയ്യാന്നുള്ളത്. ഇപ്പൊ ഒരാൾ എനിക്ക് മേക്കപ്പ് ചെയ്ത് തരുന്നുണ്ടെങ്കിൽ നമ്മുടെ കല്യാണ സമയത്തൊക്കെ നമ്മൾ ഫുൾ ഒരുങ്ങിയിട്ടല്ലേ ഉണ്ടാവാം. അപ്പൊ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിത്ത് മേക്കപ്പ് ഇഷ്ടമാണ്, വിത്തൗട്ടും ഇഷ്ടമാണ്. പക്ഷെ ഞാൻ സാധാരണ ഉണ്ടാവാറുള്ളത് വിത്തൗട്ട് മേക്കപ്പിലാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വിത്തൗട്ട് മേക്കപ്പ് സെലക്ട് ചെയ്യാം.
പിന്നെ ചോദിച്ചിട്ടുള്ളത് സാജൻ ജോർജ് ആണ് കേട്ടോ. സാജൻ ജോർജ് ചോദിച്ചിട്ടുള്ളത് ഡ്രോയിങ് ഓർ ക്രാഫ്റ്റ്, സോങ് ഓർ ഡാൻസ്, ഫൈറ്റ് ഓർ ലവ്, കുക്ക് ഓർ ഈറ്റ്. ഡ്രോയിങ് ഓർ ക്രാഫ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാഫ്റ്റ് തന്നെയാണ്. സോങ് ഓർ ഡാൻസ് ചോദിച്ചാൽ ഞാൻ പറഞ്ഞു എനിക്ക് ഡാൻസ് ആണ്. ഫൈറ്റ് ഓർ ലവ് ആണ്. പക്ഷെ ഞാനും ഏട്ടനും അധികം അടി ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാൻ കൂടുതൽ അടി ഉണ്ടാക്കുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഫൈറ്റ് എന്ന് പറയാം, പക്ഷെ ലവ് ആണ്. നമ്മൾ സ്നേഹത്തിൽ തന്നെയാണ് കേട്ടോ, ഇടക്കടി കൂടും, അത്രേ ഉള്ളൂ. പിന്നെ കുക്ക് ഓർ ഈറ്റ്. പിന്നെ അഷൂസ് ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് ചോദിച്ചിട്ടുണ്ട്. ചോക്ലേറ്റ് ഓർ വാനില, രണ്ടും വലിയ ഇഷ്ടമല്ല. ബോൾ ഹാങ്ങർ ഓർ ബോട്ടിൽ ആർട്ട്, ബോൾ ഹാങ്ങിങ് തന്നെയാണ്. പിന്നെ ഓണം ഓർ ക്രിസ്മസ്, രണ്ടും ഇഷ്ടമാണ് കേട്ടോ, അങ്ങനെയൊന്നുമില്ല. പിന്നെ സമ്മർ സീസൺ ഓർ വിന്റർ സീസൺ, വിന്റർ സീസൺ തന്നെയാണ് ഇഷ്ടം. ആക്രിലിക് പെയിന്റ് ഓർ ഫാബ്രിക് പെയിന്റ്, ആക്രിലിക് പെയിന്റ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ഹിബാസ് ആർട്ട് ആൻഡ് ബ്ലോഗ്സ്, ബോട്ടിൽ ആർട്ട് ഓർ ഡ്രോയിങ്. അത് ഞാൻ പറഞ്ഞു, രണ്ടും വലിയ താല്പര്യമില്ല. ഇങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇഷ്ടം ബോട്ടിൽ ആർട്ടാണ് കേട്ടോ. പിന്നെ രാജേഷ് ശശിധരൻ ചോദിച്ചിട്ടുള്ളത് കോമഡി മൂവി ഓർ ഹൊറർ മൂവി, കോമഡി മൂവി. ബിരിയാണി ഓർ നൂഡിൽസ്, ബിരിയാണി. വില്ലേജ് ഓർ സിറ്റി, വില്ലേജ്, സിറ്റി, രണ്ടും ഇഷ്ടമാണ്. പിന്നെ റൈറ്റിംഗ് ഓർ ഡ്രോയിങ്, അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടം ഡ്രോയിങ് തന്നെ. ഡാൻസിങ് ഓർ സിംഗിങ്, ഡാൻസിങ്. സ്കൂൾ ഓർ കോളേജ്, കോളേജ്. സ്റ്റേഷനറി ഓർ കിച്ചൺ ഐറ്റംസ്, സ്റ്റേഷനറി ഐറ്റം. ബീച്ച് ഓർ പാർക്ക്, ബീച്ച് ഓർ പാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ പാർക്ക്. രാജീവ് വിനീത ചോദിച്ചിട്ടുള്ളത് ആനിമൽ ഓർ ബേർഡ്, ഞാൻ പറഞ്ഞു ആനിമൽ ആണെന്നുള്ളത്. ക്രാഫ്റ്റ് ഓർ ആർട്ട്, ക്രാഫ്റ്റ്. സ്വീറ്റ് ഓർ സ്പൈസി, സ്പൈസി. ഫുഡിങ് ഓർ കുക്കിംഗ്, ഫുഡിങ്. ടെഡി ഓർ ഡോൾ, ടെഡി തന്നെയാണ് ഇഷ്ടം. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ, ഷോർട്ട് ഹെയർ. ചുരിദാർ ഓർ സാരി, സാരി. ഫോൺ ഓർ കമ്പ്യൂട്ടർ, പറഞ്ഞു ഫോൺ. ബ്ലൂ ഡ്രസ് ഓർ റെഡ് ഡ്രസ്, അത് അടിപൊളി ക്വസ്റ്റ്യൻ. ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് ബ്ലൂ ഡ്രസ് ആണ്, ബ്ലൂ കളർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് സ്റ്റെഫി ബ്ലോഗ് ആണ് കേട്ടോ. ക്രാഫ്റ്റ് ഓർ ബ്ലോഗ്, ക്രാഫ്റ്റ്. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ പറഞ്ഞു. സാരി ഓർ ചുരിദാർ പറഞ്ഞു. ഫോൺ ഓർ ലാപ്ടോപ്പ് പറഞ്ഞു. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ. കുക്കിംഗ് ഓർ ഗാർഡനിങ്, കുക്കിംഗ് ഓർ ഗാർഡനിങ് ചോദിച്ചു കഴിഞ്ഞാൽ ഗാർഡനിങ് വലിയ താല്പര്യമില്ല, അതിനേക്കാളും ഇഷ്ടം നമുക്ക് കുക്കിംഗ് തന്നെയാണ്. അങ്ങനെ ചോദിച്ചുകൊണ്ട് നമുക്ക് കുക്കിംഗ് സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് അമ്മൂസ് ക്രാഫ്റ്റ് ആണ്. ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട്, ക്യാറ്റ് ഓർ ഡോഗ്, ചോക്ലേറ്റ് ഓർ കേക്ക്. ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട് ഓൾറെഡി പറഞ്ഞു, ക്യാറ്റ് ഓർ ഡോഗ്, ഡോഗ്. ചോക്ലേറ്റ് ഓർ കേക്ക്, കേക്ക്. ഫുഡിങ് ഓർ സ്ലീപ്പിംഗ്, സ്ലീപ്പിംഗ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ സ്ലീപ്പിംഗ് ആണ് കേട്ടോ. സ്കൂൾ ഓർ കോളേജ്, കോളേജ്. ലേണിംഗ് ഓർ റീഡിംഗ്, ബുക്സ്, ലേണിംഗ്. മാത്സ് ഓർ ഇംഗ്ലീഷ്, മാത്സ്. സത്യം പറഞ്ഞാൽ മാത്സ് എനിക്ക് ഇഷ്ടമല്ല, ഇംഗ്ലീഷ് തന്നെ. ലവ് ഓർ അറേഞ്ച്ഡ്, അറേഞ്ച്ഡ്. പിന്നെ അക്സ അന്ന സജി ചോദിച്ചിട്ടുണ്ട് ഈറ്റിംഗ് ഓർ കുക്കിംഗ്, ഈറ്റിംഗ്. സ്കൂൾ ഓർ കോളേജ്, കോളേജ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് കേക്ക് ഓർ ചോക്ലേറ്റ്, കേക്ക് ആണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഓർ ഡ്രോയിങ്, ക്രാഫ്റ്റ്. ഫോൺ ഓർ ലാപ്ടോപ്പ് പറഞ്ഞു. സ്കേർട്ട് ഓർ ജീൻസ്, ഇഷ്ടം സ്കേർട്ട് ആണ്. പിന്നെ റീഡിംഗ് ഓർ റൈറ്റിംഗ്, റീഡിംഗ് ഓർ റൈറ്റിംഗ്, റൈറ്റിംഗ്, റൈറ്റിംഗ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ റൈറ്റിംഗ് തന്നെ സെലക്ട് ചെയ്യും. ഡ്രോയിങ് ഓർ റൈറ്റിംഗ് ചോദിച്ചു കഴിഞ്ഞാൽ ഡ്രോയിങ് സെലക്ട് ചെയ്യും, മനസ്സിലായോ? പിന്നെ ചോദിച്ചിട്ടുള്ളത് രാജീവ് വിനീതയാണ്. അനിമൽ ഓർ ബേർഡ് പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ കുറേയൊക്കെ ചോദിച്ചതാണ് കേട്ടോ. ഫുഡിങ് ഓർ കുക്കിംഗ് ഒക്കെ പറഞ്ഞു. പിന്നെ ഹെയർ കളർ ഓർ ബ്ലാക്ക് ഹെയർ, ബ്ലാക്ക് ഹെയർ. റീഡിംഗ് ഓർ ഡ്രോയിങ്, റീഡിംഗ് ഓർ ഡ്രോയിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രോയിങ് ആണ് കേട്ടോ. മലയാളം ഓർ ഇംഗ്ലീഷ് ഓർ ചോദിച്ചിട്ടുണ്ട്, മലയാളം. പിന്നെ വെഡ്ഡിങ് പാർട്ടി ഓർ ഹൗസ് വാമിങ്, വെഡ്ഡിങ് പാർട്ടി ഇഷ്ടമാണ്. പിന്നെ സൈറ ഫാത്തിമ ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഓർ ഹാക്ക്, ചോക്ലേറ്റ് ഓർ ഐസ്ക്രീം പറഞ്ഞു. വ്ലോഗ് ഓർ ക്രാഫ്റ്റ്, അതും പറഞ്ഞു. ക്രാഫ്റ്റ് ഓർ ഹാക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഹാക്ക്, ക്രാഫ്റ്റ് തന്നെ സെലക്ട് ചെയ്യാം കേട്ടോ. പിന്നെ കപ്പ് ഓർ സോസർ, കപ്പ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് മുഹമ്മദ് നിഹാലാണ്. ആർട്ട് ഓർ ക്രാഫ്റ്റ്, ക്രാഫ്റ്റ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് മൈ ക്രാഫ്റ്റ് ഐഡിയാസ്, മണി ഓർ ലവ്, ലവ് തന്നെയാണ് കേട്ടോ. സ്വാതി ക്രിയേഷൻ ചോദിച്ചിട്ടുള്ളത് പേപ്പർ ക്രാഫ്റ്റ് ആണോ, നോട്ട് ഗ്ലൂ ക്രാഫ്റ്റ് ആണോ, പേപ്പർ ക്രാഫ്റ്റ്. പിന്നെ ഇൽഫാം മെഹറിൻ ചോദിച്ചിട്ടുള്ളത്, അത് കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് ക്വസ്റ്റ്യൻ ആണ്, അതിനൊന്നും ഉത്തരം പറയാനില്ല കേട്ടോ. കിഡാണോ, മോളാണോ, അതോ ഹസ്ബൻഡ് ആണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. രണ്ടാളും എനിക്ക് ഒരേപോലെയാണ്. പിന്നെ ജോവാന ജോൺസൺ ചോദിച്ചിട്ടുള്ളത് ബേബി ഗേൾ ഓർ ബേബി ബോയ് പറഞ്ഞു. ഹോം ഓർ ഫ്ലാറ്റ്, ഹോം. ബേർഡ് ഓർ പെറ്റ്,
പെറ്റ് എനിക്ക് ഡോഗിനെയാണ് കേട്ടോ കൂടുതൽ ഇഷ്ടം. പിന്നെ ലവ് ഓർ അറേഞ്ച്ഡ്, എനിക്കിഷ്ടം അറേഞ്ച്ഡ് തന്നെയാണ്. TV ഓർ ഫോൺ, യൂട്യൂബ് ഓർ ഇൻസ്റ്റ, യൂട്യൂബ്, കോമഡി മൂവി ഓർ ഹൊറർ മൂവി, ഇതൊക്കെ ഓൾറെഡി പറഞ്ഞതാണ് കേട്ടോ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ബിജു MC ആണ്. എനിക്കിത് ഇഷ്ടമായി. പട്ടുപാവാട ഓർ സാരി, എനിക്കിഷ്ടം പട്ടുപാവാടയാണ്. പെയിന്റിങ് ഓർ ഡ്രോയിങ്, പെയിന്റിങ്. ചോക്ലേറ്റ് ഐസ്ക്രീം ഓർ വാനില ഐസ്ക്രീം, രണ്ടും ഇഷ്ടമല്ല. മോർണിംഗ് ഓർ നൈറ്റ്, ഞാൻ പറഞ്ഞു മോർണിംഗ് ആണെന്നുള്ളത്. പെയിന്റ് ബൈ ഫ്രം ഷോപ്പ് ഓർ ഹോം മെയ്ഡ്, എനിക്ക് കുറച്ചുകൂടെ ഷോപ്പിൽ നിന്ന് വാങ്ങിയ സാധനങ്ങൾ തന്നെയാണ് കൂടുതൽ ഇഷ്ടം. കാരണം നമ്മൾ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുമ്പോൾ അത്ര നമുക്ക് ചിലപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് വരണമെന്നില്ല കേട്ടോ. അപ്പം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ റെഡ് ഓർ പിങ്ക് ചോദിച്ചിട്ടുണ്ട്. അതിൽ എനിക്ക് സെലക്ട് ചെയ്യാനുള്ളത് റെഡാണ്. പിന്നെ ഡയറി മിൽക്ക് ഓർ മിൽക്കി ബാർ, ഓൾറെഡി പറഞ്ഞു മിൽക്കി ബാർ ആണ്. ഷെയ്ക്ക് ഓർ ജ്യൂസ്, എനിക്കിഷ്ടം ഷെയ്ക്കാണ്. ഓണം ഓർ വിഷു, രണ്ടും ഒരേപോലെ ഇഷ്ടമാണ്. പിന്നെ ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട്, ആമസോൺ ഓർ ഫ്ലിപ്കാർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് രണ്ടും ഞാൻ പർച്ചേസ് ചെയ്യാറുണ്ട്. പക്ഷെ എനിക്ക് കൂടുതൽ ഇഷ്ടം ആമസോൺ ആണ് കേട്ടോ. പിന്നെ ഒരു നാൾ നമ്മൾ ഫ്ലിപ്കാർട്ടിനായിരുന്നു കൂടുതൽ സാധനങ്ങൾ വാങ്ങിക്കൊണ്ടുണ്ടായിരുന്നത്. പക്ഷേ നമ്മളത് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റേറ്റ് എനിക്ക് കുറവായിട്ട് തോന്നിയിട്ടുള്ളത് ആമസോണിലാണ്. അതുകൊണ്ട് ഞാൻ ആമസോൺ സെലക്ട് ചെയ്യും. പിന്നെ കുഞ്ഞി സ്പോട്ട് ചോദിച്ചിട്ടുണ്ട്. ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട്, ഓഫ് കോഴ്സ് ക്രാഫ്റ്റ്. പിന്നെ വാട്സപ്പ് ഓർ യൂട്യൂബ്, കാറ്റ് ഓർ ഡോഗ്, ഈറ്റിംഗ് ഓർ സ്ലീപ്പിംഗ്. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് സ്ലീപ്പിംഗ് ആയിരിക്കും. സ്പോട്ടിഫൈ ഓർ ഗാന. പിന്നെ ഡാൻസിങ് ഓർ സിംഗിങ്, ഡാൻസിങ്. ലോങ് ഹെയർ ഓർ ഷോർട്ട് ഹെയർ. ഫ്രണ്ട്സ് ഓർ ഫാമിലി. വാച്ചിങ് TV ഓർ യൂസിങ് മൊബൈൽ. ഞാൻ പറഞ്ഞു ഇപ്പോൾ നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത് മൊബൈലാണ്. അപ്പോൾ ഓഫ് കോഴ്സ് നമ്മൾ അത് മാത്രമേ സെലക്ട് ചെയ്യൂ. പിന്നെ ചോദിച്ചിട്ടുള്ളത് ജുവാന ജോൺസൺ ആണ്. ബേബി ഗേൾ ഓർ ബേബി ബോയ്, ഹോം ഓർ ഫ്ലാറ്റ്, ബേർഡ് ഓർ പെറ്റ്, ലവ് മാരേജ്, യൂട്യൂബ് ഓർ ഇൻസ്റ്റ, കോമഡി മൂവി ഓർ ഹൊറർ മൂവി. ഇതൊക്കെ ഞാൻ ആൻസർ പറഞ്ഞിട്ടുണ്ട്. പിന്നെ എമിൽ അജി ചോദിച്ചിട്ടുണ്ട്. ഈ കുട്ടി ഒരുപാട് എൻ്റെ വീഡിയോസിൽ കമന്റ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. ചോദിച്ചിട്ടുണ്ട് ക്രാഫ്റ്റ് ഓർ ക്രാഫ്റ്റ് ആണ്. പിന്നെ കാജ ഹുസൈനും സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്, ക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ ജിങ്കിൾ റെന്നി ചോദിച്ചിട്ടുണ്ട് ഡാൻസിങ് ഓർ സിംഗിങ്, ഡാൻസിങ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് ആൻമേരി ബോബി ചോദിച്ചിട്ടുണ്ട് വാക്കിംഗ് ഓർ സിറ്റിംഗ്. ചോദിച്ചു കഴിഞ്ഞാൽ വാക്കിംഗ് തന്നെയാണ് കേട്ടോ. ഇപ്പൊ പിന്നെ നമ്മൾ എവിടെയും വാക്കൊന്നും ചെയ്യുന്നില്ല, വാക്കിംഗ് തന്നെയാണ് ഇഷ്ടം. പ്ലേയിങ് ഓർ ഫൈറ്റിംഗ്, പ്ലേയിങ്. ഈറ്റിംഗ് ഓർ കുക്കിംഗ്, ഈറ്റിംഗ്. പിന്നെ സിംഗിങ് ഓർ ഡാൻസിങ് പറഞ്ഞു. ഹാപ്പി ഓർ സാഡ്, ഹാപ്പി ആയിട്ടിരിക്കാനാണ് എപ്പോഴും ഇഷ്ടം. മേക്കിംഗ് ഫുഡ് ഓർ ഈറ്റിംഗ്, ഈറ്റിംഗ്. പിന്നെ ഫർഹ മെഹാർ ചോദിച്ചിട്ടുള്ളത് ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട്, ഉറപ്പായിട്ടും ക്രാഫ്റ്റ് തന്നെയാണ്. പിന്നെ കുക്കിംഗ് ഓർ സ്ലീപ്പിംഗ് ചോദിച്ചിട്ടുണ്ട്, സ്ലീപ്പിംഗ് ആണ്. പിന്നെ മണി ചോദിച്ചിട്ടുള്ളത് സ്കൂൾ ഓർ കോളേജ്, കാറ്റ് ഓർ ഡോഗ്. പിന്നെ ചോദിച്ചിട്ടുള്ളത് പ്രിയദർശിനി ചോദിച്ചിട്ടുള്ളത് ഫാദർ ഓർ മദർ. അതൊന്നും ഒരിക്കലും നമുക്ക് പറയാനില്ല, അച്ഛനും അമ്മേനെ ഒരുപോലെ ഇഷ്ടമാണ്. പിന്നെ ബ്രദർ ഓർ സിസ്റ്റർ, എനിക്ക് സിസ്റ്റേഴ്സ് മാത്രമേ ഉള്ളൂ, അതുകൊണ്ട് തന്നെ ഞാൻ സെലക്ട് ചെയ്യുന്ന സിസ്റ്റേഴ്സ് ആണ്. പക്ഷെ ബ്രദർ വേണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ട്. പക്ഷെ ഇപ്പോൾ എന്താ പറയുക, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഏട്ടന് ബ്രദറാണ്. അപ്പം അങ്ങനെ എനിക്കൊരു ബ്രദറിനെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ രണ്ടും എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ക്രാഫ്റ്റ് ഓർ ബോട്ടിൽ ആർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ക്രാഫ്റ്റ്. കോളേജ് ഓർ സ്കൂള്, കോളേജ്. ടീച്ചർ ഓർ ഡോക്ടർ, ടീച്ചർ. ഡോക്ടർ ഇഷ്ടമാണ്. രണ്ടാളും ഇപ്പോൾ ഒരേ ഇമ്പോർട്ടൻസ് തന്നെയാണ്. രണ്ടാളും സോഷ്യൽ ഹെൽപ്പറാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിയിൽ ഒരുപാട് ഇമ്പോർട്ടൻസ് ഉള്ളത് രണ്ടുപേരാണ്, ടീച്ചറും ഡോക്ടറും. അപ്പം അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ രണ്ടാളും ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഒന്ന് പറയാനാണ് പറയുന്നതെങ്കിൽ ടീച്ചർ. അവരെ നമ്മളെ ഡോക്ടറിനെ ഒരിക്കലും മറക്കില്ല, ടീച്ചറായിരിക്കാം. ഫ്രണ്ട്സ് ഓർ ഫാമിലി, ഉറപ്പായിട്ടും ഫാമിലി. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ നമ്മളുടെ ക്വസ്റ്റ്യൻസ്. അപ്പം ഞാൻ തോന്നുന്നു എല്ലാത്തിനും ഏകദേശം ആൻസർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. ഏകദേശം ഞാനിവിടെ ആൻസർ ചെയ്തിട്ടുണ്ട്. ഇതിൽ വേറൊരു കുട്ടി ചോദിച്ചിട്ടുണ്ട്, പേര് ഇതിൽ കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. കാറ്റ് ഓർ ഡോഗ്, ഈറ്റിംഗ് ഓർ സ്ലീപ്പിംഗ്, ചോക്ലേറ്റ് ഓർ വാനില, കോളേജ് ഓർ സ്കൂള്, പാൻസ് ഓർ ജീൻസ്. അതെന്താ ഉദ്ദേശിച്ച് മനസ്സിലായിട്ടില്ല. ജീൻസ് തന്നെയാണ്. സിംഗിങ് ഓർ ഡാൻസിങ് പറഞ്ഞു. റീഡ് ഓർ റൈറ്റ്, അതും പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്ക് തോന്നുന്നു ഞാൻ ഇതിലൊന്നും വിട്ടുപോയിട്ടില്ല എന്ന് തന്നെയാണ്. ഓക്കെ,
അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻസ് എല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു ദിസ് ഓർ ദാറ്റ് വീഡിയോയിൽ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് വന്നത്. അപ്പോൾ ഞാൻ ദിസ് ഓർ ദാറ്റ് റിലേറ്റഡ് എല്ലാ ക്വസ്റ്റ്യൻസും ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് എന്നല്ല, സിമ്പിൾ ആയിട്ട് ഇങ്ങനെ ഹായ് പോരോ അങ്ങനെയുള്ള ചെറിയ ചെറിയ ചോദ്യങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ദിസ് ഓർ ദാറ്റ് അല്ലാത്ത കുറച്ച് ക്വസ്റ്റ്യൻസും കുറച്ച് കുട്ടികൾ ചോദിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ Q&A വീഡിയോയിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അത് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഈ ഒരു കുഞ്ഞ് ദിസ് ഓർ ദാറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് വീണ്ടും നല്ല വീഡിയോസ് ആയിട്ട് വരുന്ന ഒരു എപ്പിസോഡിൽ കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.